നിയോഗത്താലി. രചന അവതരണം മിത്രവിന്ദ. സംഗീതയാണെങ്കിൽ അതിർത്ത് വരുമെന്ന് പ്രതീക്ഷിച്ച് ഇത്രയും നേരം ഒരുങ്ങിക്കെട്ടി നിന്നിട്ടും അവനെ കാണാൻ പറ്റാത്തതിന്റെ അമർഷത്തിലിരിക്കുവാണ്. സാക്ഷിക്ക് മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു സംഗീതയെക്കുറിച്ച്. ആ, രണ്ടടി കിട്ടിയാൽ എന്താന്ന്, ആ നശൂലും എന്നേക്കുമായി ഈ വീടിന്റെ പടിയിറങ്ങിയല്ലോ. സംഗീത പറഞ്ഞപ്പോഴും സിന്ധു അതേ നോട്ടം തന്നെ അവളെ വീണ്ടും നോക്കി. ഒന്നും മിണ്ടാതെ അവർ അവരുടെ മുറിയിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. ഈ അമ്മ എന്തിനാ ചേച്ചി നമ്മളോട് ദേഷ്യം കാണിക്കുന്നത്? അതിന് നമ്മൾ എന്തോന്ന് ചെയ്തു? അമ്മയല്ലേ അവളോട് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് അടിയിരുന്നു വാങ്ങിയത്. സാക്ഷി പറഞ്ഞപ്പോ സംഗീതയും അത് ശരിവച്ചതുപോലെ നിന്നു. എടി, അമ്മ എന്തേലും ഉണ്ടാക്കിയോ ബ്രേക്ക്ഫാസ്റ്റിന്? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. സംഗീത വയർ തടവിക്കൊണ്ട് പറഞ്ഞതും വാ നമുക്ക് അടുക്കളയിലേക്ക് പോയി നോക്കാന്ന് സാക്ഷി പറഞ്ഞു. ഇരുവരും അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ കണ്ട കാഴ്ച അവിടെ അവിടെയായി നിരന്നു കിടക്കുന്ന പാത്രങ്ങൾ. ഇതൊക്കെ ഇനി ആര് വൃത്തിയാക്കുന്ന കരുതിയാ ഈ അമ്മ മുറിയടച്ചിരിക്കുന്നത്? സാക്ഷി അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് സിന്ധുവിന്റെ മുറിയുടെ വാതിലിൽ പോയി നിർത്താതെ തട്ടി. കവിളിൽ അടികൊണ്ടതിന്റെ വേദനയും പുകച്ചിലും അപമാനവും എല്ലാം കാരണം സിന്ധുവിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണപ്പോൾ. അതിന്റെ കൂടെ സാക്ഷിയുടെ വാതിലിലുള്ള തുടരെയുള്ള തട്ടുകളും കൂടി ആയപ്പോ അതേ ദേഷ്യത്തോടെ വന്നവർ വാതിൽ വലിച്ചു തുറന്നു. എന്താടി? സിന്ധുവിന് ഒച്ചയെടുത്ത് ഉറച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. അടികൊണ്ട ഭാഗത്ത് ഒരു വിങ്ങൽ പോലെ തോന്നിയവർക്ക്. എന്നിട്ടും അവർക്ക് പറ്റുന്നത്രയും ശബ്ദത്തിൽ അവർ സംസാരിച്ച് അവരുടെ മുഴുവൻ ദേഷ്യവും പ്രകടമാക്കും വിധം. അമ്മ രാവിലത്തേക്കൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അമ്മ ഇങ്ങനെ മുറിയിൽ കയറി കഥകടിച്ചിരുന്നാൽ ഇവിടുത്തെ പണികളൊക്കെ പിന്നെ ആര് ചെയ്യുന്ന? സാക്ഷിയുടെ ചോദ്യത്തിൽ നടുങ്ങി നിന്നുപോയി സിന്ധു. എനിക്ക് വയ്യ ഇനിയൊന്നും ഉണ്ടാക്കാൻ. നിങ്ങൾ രണ്ടുപേരും കൂടി കിച്ചൺ വൃത്തിയാക്ക്, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്ക്. ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല കിച്ചൺ വൃത്തിയാക്കാൻ. മാത്രമല്ല, ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനും അറിയില്ല. അമ്മ തന്നെ അങ്ങ് ചെയ്താൽ മതി. കിച്ചൺ ഈ വിധം ആക്കിയിട്ടത് നീയൊക്കെ ചേർന്ന. അതുകൊണ്ട് മര്യാദയ്ക്ക് കിച്ചൺ വൃത്തിയാക്കിയിട്ടോണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ശ്രീനന്ദിയോട് ദേഷ്യം കാണിക്കുന്ന സിന്ധുവിനെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ആ ദേഷ്യവും അതിൻ്റെ ഇരട്ടി ദേഷ്യവും സ്വന്തം മക്കളോട് കാണിക്കാനും എനിക്ക് അതൊരു മടിയുമില്ല. അതും പറഞ്ഞുകൊണ്ട് സിന്ധു വീണ്ടും അകത്തേക്ക് കയറി വാതിൽ വലിച്ചടച്ചതും സംഗീതയും സാക്ഷിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. നീ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്ക്, സംഗീത പറഞ്ഞു. എനിക്കൊന്നും പറ്റില്ല. ഞാൻ ഇതിനു മുമ്പ് ഇതൊന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ചേച്ചി കഴുകൂ, അല്ലെങ്കിൽ വേണ്ട, കുറച്ച് കഴിയുമ്പോൾ അമ്മ തന്നെ വന്ന് കഴുകിക്കോളും. അതും പറഞ്ഞു വയറും തടവി അവർ രണ്ടുപേരും ഉമ്മറത്തേക്ക് നടന്നു. സംഗീത അവർക്ക് രണ്ടുപേർക്കും മാത്രം കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു വരുത്തി. അവർ അതും കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് സിന്ധു മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. സിന്ധു പ്ലേറ്റും എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്നതും സംഗീതയും സാക്ഷിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. പെട്ടെന്ന് സംഗീത അത് പറഞ്ഞതും സിന്ധു അവരെ ദേഷ്യത്തോടെ നോക്കി. അമ്മ എന്തിനാ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നേ? ഞാൻ കരുതി അമ്മയ്ക്കിനി പല്ലുവേദന ആയതുകൊണ്ട് അമ്മയൊന്നും കഴിക്കില്ലായിരിക്കുന്നു. ഓ, അമ്മയ്ക്ക് പിന്നെ വിശപ്പും ദാഹമൊന്നും ഇല്ലല്ലോ. എടിയടി, എന്നും ഞാൻ ഉണ്ടാക്കുന്നത് തിന്നും കുടിച്ചല്ലേ നീയൊക്കെ കഴിഞ്ഞത്? എന്നിട്ട് ഒരു ദിവസം എനിക്ക് വയ്യാണ്ടായിപ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പോലും ഒരുത്തിയുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ആ നാശം പിടിച്ച പെണ്ണുണ്ടായിരുന്നപ്പോ ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടി വന്നിട്ടില്ല. അമ്മയോട് കുറച്ചു മുമ്പ് കൂടി ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, ആ വൃത്തികെട്ടവളെയും ഞങ്ങളെയും വെച്ച് കമ്പയർ ചെയ്യരുതെന്ന്. ചെയ്യൂടി, കമ്പയർ ചെയ്യും. ഈ കാര്യത്തിലൊക്കെ നിന്നേക്കാളൊക്കെ എന്തുകൊണ്ട് ഭേദം അവൾ തന്നെയാ. അവൾ ഉണ്ടായിരുന്നപ്പോ ഈ വീടും ഈ അടുക്കളയും ഒന്നും ഇത്രയും വൃത്തിയായി കിടന്നിട്ടില്ല. ഈ വീട്ടിൽ അന്നത്തിന് ഒരു മുട്ടും വന്നിട്ടില്ല. അവൾക്ക് എത്ര വയ്യെങ്കിലും എല്ലാം അവൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു വെക്കുമായിരുന്നു. അതും പറഞ്ഞ് ദേഷ്യത്തോടെ പ്ലേറ്റ് തട്ടി നീക്കിക്കൊണ്ട് സിന്ധു ഉമ്മറത്തേക്ക് പോയി. അതേസമയം തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ ശ്രീനന്ദയുടെ ഓർമ്മകളിൽ തെളിഞ്ഞു നിന്നത് സിന്ധുവിന് തന്നോടുള്ള പെരുമാറ്റമായിരുന്നു. ഇത്രയൊക്കെ ദേഷ്യം അമ്മായി തന്നോട് കാണിക്കാൻ വേണ്ടി താൻ എന്ത് ദ്രോഹമാണ് ചെയ്തതെന്ന് പല ആവർത്തി അവൾ തന്റെ മനസ്സിനോട് ചോദിച്ചു. പക്ഷേ ഒരു ഉത്തരം കണ്ടെത്താനായില്ല അവൾക്കും മനസ്സിനും. അപ്പോഴേക്കും അവരുടെ കാറ്
വീട്ടുമുറ്റത്തേക്ക് വന്ന് എത്തിയിരുന്നു. കാറിൽ നിന്ന് ഒരു കവറുമായി ശ്രീനന്ദി ഇറങ്ങി. പിന്നാലെ ബാക്കി 2 കവറുകളും എടുത്ത് മാധവനും ഇന്ദിരയും അകത്തേക്ക് കയറി. ബുക്കുകളെല്ലാം ഇന്ദിരയും മാധവനും ചേർന്ന് മുകളിലെ ശ്രീനന്ദയ്ക്കായി നൽകിയ മുറിയിലേക്ക് കൊണ്ടുവച്ചു. ഈ റൂം മോള് സ്റ്റഡി റൂമായിട്ട് ഉപയോഗിച്ചോളൂ കേട്ടോ. അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരുന്നു ഇന്ദിര കണ്ടത് അവളുടെ വെളുത്ത കയ്യിൽ പതിഞ്ഞു കിടക്കുന്ന സിന്ധുവിന്റെ വിരൽപ്പാട്. നന്നേ ചുവന്ന അടയാളമായി അത് കിടക്കുന്ന കണ്ടതും ഇന്ദിര അവളുടെ കൈ പിടിച്ചു വെച്ച് നോക്കി. എന്തടിയാണ് സ്ത്രീ അടിച്ചത്? അവരിത് മനസ്സിൽ പറഞ്ഞു. മോളെ, വേദനയുണ്ടോ കൈക്ക്? അലിവോടെ അവളെ നോക്കി ഇന്ദിര ചോദിച്ചപ്പോൾ വേദനയില്ലെന്ന് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ശ്രീ. പക്ഷെ ഇന്ദിരയ്ക്ക് മനസ്സിലായി അവൾ കള്ളം പറയുവാണെന്ന്. ഈ പാട് മാറാൻ അമ്മയുടെ കയ്യിലൊരു തൈലമുണ്ട്. അതിട്ട് ഒന്ന് ചെറുതായിട്ട് തിരുമിയാൽ മതി. ഇതെല്ലാം ഇവിടെ ഒതുക്കി വെച്ചിട്ട് താഴേക്ക് വാ, അമ്മ ഇട്ട് തരാം. ഇന്ദിര പറഞ്ഞപ്പോൾ ശ്രീനന്ദ തലകുലുക്കി സമ്മതിച്ചു. അതോടെ ഇന്ദിരയും മാധവനും ആര്യനും താഴേക്ക് പോയി. അവൾ ബുക്കുകളെല്ലാം ഭംഗിയായി തന്നെ ടേബിളിലേക്ക് അടുക്കി വെച്ചു. സമയം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഏകദേശം 6 മണിയോടടുത്തപ്പോൾ അഥർവ് വന്നു. അവൻ വന്ന സമയം ശ്രീനന്ദ ഇന്ദിരയ്ക്കൊപ്പം അടുക്കളയിലായിരുന്നു. അന്ന് സഹായത്തിന് നിൽക്കുന്ന ഭവാനി വരാത്തതുകൊണ്ട് തന്നെ ഇന്ദിരയും ശ്രീനന്ദയും ചേർന്ന് രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണ്. മോളെ, ആ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ അമ്മയൊരു ഗ്ലാസ് പാല് തണുക്കാൻ വെച്ചിട്ടുണ്ട്. കൂടെ കുറച്ച് ബിസ്ക്കറ്റ്സും. അതൊന്നും ആര്യൻകുട്ടിന് കൊണ്ട് കൊടുക്കുവോ? ഇന്നത്തെ ദിവസം കുഞ്ഞൊരു വക പോലും കഴിച്ചിട്ടില്ല. ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. പറയുന്നതോടൊപ്പം തന്നെ ഡൈനിങ് ഹാളിലേക്ക് നടന്നിരുന്നു ശ്രീനന്ദ. അഥർവ് ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് തിരികെ വന്ന കാര്യമൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. ഒരു കയ്യിൽ പാൽ ഗ്ലാസും മറുകൈയിൽ ബിസ്ക്കറ്റുമായി അവൾ മുകളിലെ അഥർവിന്റെ റൂം ലക്ഷ്യം വെച്ച് നടന്നു. ശ്രീനന്ദ റൂമിലേക്ക് ചെല്ലുമ്പോൾ ആര്യൻ ബെഡിൽ കിടന്നുകൊണ്ട് ടാബിൽ എന്തോ ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. ആര്യൻ, ദാ ആന്റി പാലും ബിസ്ക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട്, കുഞ്ഞിനെ നോക്കി അവൾ പറഞ്ഞു. എന്നാൽ പല ആവർത്തി അവൾ വിളിച്ചിട്ടും അവനതൊന്നും കേട്ടതേയില്ല. ആ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സ് മുഴുവൻ ടാബിലെ ഗെയിമിൽ തന്നെയാണ്. അതോടെ അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് അല്പം ഉറച്ചു വിളിച്ചു. ആര്യൻകുട്ടാ, എത്ര നേരമായി ആന്റി വിളിക്കുന്നു? ഇത്രയും ചെറിയ കുട്ടികൾ ഈ ടാബൊന്നും അധിക നേരം ഉപയോഗിച്ചുകൂടാ. കണ്ണിന് ചീത്തയാവട്ടോ, അറിയാമോ? ശ്രീനന്ദ അത് പറഞ്ഞ സമയം തന്നെയായിരുന്നു അഥർവ് കുളി കഴിഞ്ഞ ശേഷം ബാത്റൂമിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. എന്നാൽ ശ്രീനന്ദ ആര്യന് നേർക്ക് നിന്നതിനാൽ അവൾ അഥർവിനെ കണ്ടില്ല. അവൾ പറയുന്ന വകവയ്ക്കാണ്ട് ആര്യന്റെ ശ്രദ്ധ വീണ്ടും ടാബിലാണെന്ന് കണ്ടതും ശ്രീനന്ദ അല്പം ചൊടിയോട് തന്നെ ആ ടാബ് ആര്യന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. എത്ര നേരമായി ആന്റി വിളിക്കുന്നു? ഇനി പാല് കുടിച്ചിട്ടാവാം ബാക്കി ഗെയിം കളിയൊക്കെ. മോന് വിശക്കുന്നില്ലേ? ആന്റി അതോടെ വെച്ചേക്ക്, ഞാൻ പിന്നെ കുടിച്ചോളാം. വേണ്ട വേണ്ട, പിന്നെ കുടിക്കാന്ന് പറഞ്ഞിരുന്നാൽ മറന്നുപോകും. പാല് തണുത്തുപോയാൽ പിന്നെ കുടിക്കാൻ കൊള്ളില്ല. ആര്യൻ എഴുന്നേറ്റിരുന്നേ, ആന്റി ഇത് വായിലേക്ക് വെച്ചു തരാം. അത് പറയുന്നതോടൊപ്പം തന്നെ ഒരു ബിസ്ക്കറ്റ് എടുത്ത് പാലിൽ മുക്കിക്കൊണ്ട് ആര്യന്റെ വായ്ക്കടുത്തേക്ക് അടുപ്പിക്കാൻ പോകുന്ന നേരത്താണ് അഥർവിന്റെ വിളി ശ്രീനന്ദയെ തേടിയെത്തിയത്. വിളിയെന്നൊന്നും പറയാൻ പറ്റില്ല, ദേഷ്യത്തോടെയുള്ളൊരു അലർച്ച എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പെട്ടെന്നായതുകൊണ്ട് തന്നെ ശ്രീനന്ദ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. ശ്രീനന്ദയുടെ കൈവഴുതി ബിസ്ക്കറ്റ് നിലത്തേക്ക് പോയി. കുളിക്കഴിഞ്ഞിറങ്ങിയവന്റെ വേഷം ഒരു ടവൽ മാത്രമാണ്, കൂടാതെ മറ്റൊരു ടവൽ ദേഹത്ത് പുതച്ചിട്ടുണ്ട്. അവനത്ര ചെറിയ കുട്ടിയൊന്നുമല്ല ആഹാരം വാരി കൊടുക്കാൻ. അവന് സ്വയം കഴിക്കാൻ അറിയാം. ഇനി ശ്രീനന്ദയായിട്ട് പുതിയ ശീലങ്ങളൊന്നും അവനെ പഠിപ്പിക്കണ്ട. അവൾക്ക് ഇത്തിരി സമയം വേണ്ടി വന്നു അഥർവ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ. അവനെ നോക്കി തലകുലുക്കിക്കൊണ്ട് താഴെ വീണ ബിസ്ക്കറ്റ് കഷ്ണവും എടുത്ത് പാൽ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ശ്രീനന്ദ പെട്ടെന്ന് തന്നെ മുറിവിട്ട് പുറത്തേക്ക് പോയി. അനാവശ്യമായ ഒരിടത്തേക്ക് കയറി ചെന്നിട്ട് അവരാട്ടിയിറക്കി വിട്ടതുപോലെ ഒരു ഫീലായിരുന്നു ശ്രീനന്ദയുടെ ഉള്ളിൽ അപ്പോൾ നിറഞ്ഞു വന്നത്. അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി, ഒപ്പം കണ്ണുകൾ രണ്ടും നിറഞ്ഞു തോന്നി. ഒരിക്കലും ആരിനോടൊന്നും താൻ അത്രയും സ്വാതന്ത്ര്യം കാണിക്കാൻ പാടില്ലായിരുന്നു. മനസ്സിൽ ചിന്തിച്ചു. വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തോടെയായിരുന്നു അവൾ തിരികെ താഴേക്കുള്ള പടികൾ ഇറങ്ങിയത്. അതേസമയം അവിടെ നടന്നുവെന്നും അറിയാതെ ടാബിലെ ഗെയിമിൽ മുഴുകിയിരിക്കുകയാണ് ആര്യനപ്പോഴും. അഥർവ് ദേഷ്യത്തോടെ ചെന്ന് അവന്റെ കയ്യിലിരുന്ന ടാബ് പിടിച്ചു മേടിച്ചു. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു,
നൈറ്റ് 1 അവർ അല്ലാതെ ഈ ടാബ് യൂസ് ചെയ്യരുതെന്ന് അതിർവതി ചോദിച്ചതും ആര്യൻ മുഖം കുനിച്ചു കളഞ്ഞു. ആര്യൻ, ലുക്ക് അറ്റ് മീ. ഇനി മേലിൽ ഇത് റിപ്പീറ്റ് ചെയ്യരുത്. ആര്യനെ താക്കീത് ചെയ്തുകൊണ്ട് അഥർവ് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അവന് മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും ശ്രീനന്ദയോട് അത്രയും കടുപ്പിച്ച് പറയേണ്ടിയിരുന്നില്ല. അഥർവ് മനസ്സിലോർത്തു. ഏറെ നേരം ബാൽക്കണിയിൽ നിന്ന് ശേഷമാണ് അഥർവ് തിരികെ മുറിയിലേക്ക് പോയത്. മുകളിൽ നടന്നതൊന്നും ഇന്ദിരയ്ക്ക് മനസ്സിലാകണ്ടല്ലോ എന്ന് കരുതി അങ്ങോട്ട് പോയതുപോലെ തന്നെ സന്തോഷമുഖവുമായിട്ടാണ് ശ്രീനന്ദ തിരികെ അടുക്കളയിലേക്ക് വന്നത്. ശേഷം അവരിരുവരും ഒരുമിച്ച് ആഹാരമൊക്കെ ഉണ്ടാക്കി. മോള് പോയി അഥർവിനെ ആര്യനെയും ആഹാരം കഴിക്കാൻ വിളിച്ചിട്ട് വാ. പെട്ടെന്ന് ഇന്ദിര പറഞ്ഞതും ഇനി ഒരിക്കൽ കൂടി അഥർവിന്റെ മുമ്പിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത പോലെ ശ്രീനന്ദയുടെ മുഖം മങ്ങി. അതമ്മേ, അവൾ എന്തോ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കുന്ന നേരത്താണ് ആര്യനൊപ്പം അഥർവ് താഴേക്ക് വന്നത്. ആഹാ, ദാ വരുന്ന രണ്ടാളും. ഇനിയിപ്പോ പോയി വിളിക്കണ്ടല്ലോ. ഇന്ദിര പറഞ്ഞതും പെട്ടെന്ന് ശ്രീനന്ദയുടെ നോട്ടം അവിടേക്ക് പാളി വീണു. അഥർവിനൊപ്പം വരുന്ന ആര്യനെ നോക്കി ഒന്ന് ചിരിച്ചെങ്കിലും അഥർവിന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു കളഞ്ഞവൾ. അവളുടെ പ്രവൃത്തികളൊക്കെ അല്പം ഗൗരവത്തോടെ തന്നെ അഥർവ് വീക്ഷിക്കുന്നുണ്ട്. പിന്നീട് മാധവനും കൂടി വന്നതോടെ അവർ 5 പേരും ആഹാരം കഴിക്കാൻ തുടങ്ങി. പെട്ടെന്നെന്തോ കഴിച്ചെന്ന് വരുത്തി തീർത്തുകൊണ്ട് ശ്രീനന്ദ തന്നെ ആദ്യം എണീറ്റു. മോൾ ഇത്ര വേഗം കഴിച്ചു കഴിഞ്ഞോ? ഇന്ദിര ചോദിച്ചു. ഒരു ചപ്പാത്തി കൂടി കഴിക്കും. വേണ്ടമ്മേ, എനിക്കിത് മതിയിട്ടാ. പറഞ്ഞിട്ട് അവൾ ധൃതിയിൽ അടുക്കളയിലേക്ക് നടന്നുപോയി. ശ്രീനന്ദ തിടുക്കത്തിൽ അടുക്കളയിലേക്ക് പോകുന്നത് കണ്ടെങ്കിലും അതിനൊന്നും അധികം ശ്രദ്ധ കൊടുക്കാണ്ട് ആഹാരം കഴിക്കാൻ തുടർന്നു അഥർവ്. അപ്പോഴാണ് മാധവൻ സംസാരിച്ചു തുടങ്ങിയത്. അഥർ, ഞങ്ങളിന്ന് ശ്രീനന്ദയുടെ വീട്ടിൽ പോയിരുന്നു. മറുപടിയായി അവനൊന്ന് മൂടിയതേ ഉള്ളൂ. ആ കുട്ടിയുടെ ബുക്കും പുസ്തകമൊക്കെ എടുത്തു. ഇനിയിപ്പോ നാളെ ശനി, മറ്റന്നാൾ ഞായർ, മൺഡേ തൊട്ട് ആ കുട്ടിക്ക് ക്ലാസ്സിൽ പോയി തുടങ്ങാം. അഥർവിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് മാധവനത് ചോദിച്ചത്. ഇതൊക്കെ എന്തിനാച്ചാ എന്നോട് പറയുന്നേ? നിങ്ങളല്ലേ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അവളുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. ശ്രീനന്ദയെ ഭാര്യയെ അംഗീകരിക്കാൻ അഥർവിനെ കുറിച്ച് സമയം വേണമെന്ന് അറിയെങ്കിൽ പോലും അവന്റെ ആ സംസാരം ഇന്ദിരയ്ക്ക് തീരെ പിടിച്ചില്ല. നോക്കഥർ, ഞങ്ങൾ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് നിന്റെ ഭാര്യയായിട്ടാണ്. അത് നീ മറക്കണ്ട. ഭാര്യ? ആ ഒരു പുച്ഛത്തോടെ അവൻ ഭാര്യ എന്നുള്ള വാചകം ഉരുവിട്ടു. അത് കേട്ടതും ഇന്ദിര കഴിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് ചാടി എണീറ്റു. എല്ലാ പെണ്ണുങ്ങളും നീ കണ്ട ജ്യോതിയെപ്പോലല്ല. അത് നീ ആദ്യം മനസ്സിലാക്കണം. ഇന്ദിര അത് പറഞ്ഞപ്പോ അഥർവിന്റെ നോട്ടം നേരെ പോയത് ആര്യന്റെ മുഖത്തേക്കാണ്. അവിടെ നടക്കുന്ന സംസാരങ്ങൾ എന്താണെന്ന് മനസ്സിലാവാണ്ട് എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആര്യൻ. ഒന്നും മിണ്ടാതെ എല്ലാവരെയും ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അഥർവ് ദേഷ്യത്തോടെ മുകളിലേക്ക് കയറിപ്പോയി. കുറച്ചുനേരം അവിടെ നിശബ്ദത നിറഞ്ഞു നിന്നു. ഇന്ദിര, താൻ വന്നിരുന്ന ആഹാരം കഴിക്കും. മാധവൻ പറഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ അവർ വീണ്ടും ചെയറിലേക്കിരുന്നു. രാത്രി കിടക്കാൻ അഥർവിന്റെ മുറിയിലേക്ക് പോകാൻ ശ്രീനന്ദയ്ക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്കായി ഇന്ദിര നൽകിയ മുറിയിലേക്കാണ് അവൾ പോയത്. ആര്യനെ ബ്രഷ് ചെയ്യിച്ചു. നൈറ്റ് ഡ്രസ് ഇട്ട് കൊടുക്കുവാണ് അഥർ. പതിവിലും സൈലന്റാണ് അവൻ. എന്തൊക്കെയോ ചിന്തകൾ അവനെ വല്ലാണ്ട് അലട്ടുന്നുണ്ടായിരുന്നു. അച്ഛാ. മുറിയിൽ നിറഞ്ഞു നിന്ന മൗനം ഭേദിച്ചുകൊണ്ട് ആര്യൻ സംസാരിച്ചു തുടങ്ങി. എന്താ മോനെ? ഞങ്ങളിന്ന് ആന്റിയുടെ വീട്ടിൽ പോയപ്പോ അവിടെ ഒരു വലിയ സംഭവം ഉണ്ടായി. എന്ത് സംഭവം? അഥർവ് ആര്യനെ നോക്കി. ആന്റിയുടെ വീട്ടിൽ ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. അവർ ആന്റിയെ കുറേ അടിച്ചു. എന്നിട്ട് ആന്റിയുടെ കൈ മുറിഞ്ഞു. പാവം ആന്റി ഒരുപാട് കരഞ്ഞച്ച. ആര്യൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാവാതെ നിന്ന അഥർവ്. എന്നിട്ട് ആന്റി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അച്ഛൻ ആന്റിയെ വഴക്ക് പറയില്ലേ? ആന്റി പാവോ. പെട്ടെന്നത് കേട്ടപ്പോ അഥർവിന് എന്തോ പോലെ തോന്നി. ആരാണ് അവളെ തല്ലിയത്? എന്തിനാകും അവർ തല്ലിയത്? പലവിധ ചിന്തകളോടെ നിന്നു അഥർവ്. എന്തായാലും ഉറങ്ങാൻ വേണ്ടി ശ്രീനന്ദ ഇവിടേക്ക് വരുമല്ലോ. അപ്പോഴവളോട് നേരിട്ട് ചോദിക്കാം. മനസ്സിലോർത്തുകൊണ്ട് അഥർവ് ബെഡിലേക്ക് കിടന്നു. അതേസമയം ഉറക്കം വരാതെ ബെഡിൽ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുകയായിരുന്നു ശ്രീനന്ദ. സമയം ഏകദേശം 11 മണിയായിട്ട് ശ്രീനന്ദ റൂമിലേക്ക് വരാതായതോടെ അഥർവ് മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. സ്റ്റെപ്പ് പകുതി ഇറങ്ങി താഴേക്ക് ചെന്നെങ്കിലും
താഴത്തെ നിലയിലെ ലൈറ്റുകളെല്ലാം ഓഫായിരുന്നു. അതോടെ അഥർവ് മുകളിലേക്ക് കയറി. അപ്പോഴായിരുന്നു ശ്രീനന്ദയ്ക്ക് ഇന്ദിര നൽകിയ റൂമിൽ വെട്ടം തെളിഞ്ഞു കിടക്കുന്നത് അഥർവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവന്റെ കാലുകൾ ആ മുറിക്ക് നേർക്ക് ചലിച്ചു. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ അഭിപ്രായം മറക്കാൻ മറക്കല്ലേ.